മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ടെ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടുക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് വളരെ വലിയ ഒരു 3 വിഷയങ്ങളെ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുകയാണ്. 3 വിഷയങ്ങൾ. ഈ 3 വിഷയവും വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ആ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ദൈവാത്മാവ് എങ്ങനെയാണ് 3 വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലോകവും അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും സകലരും കൈവിട്ട് ആർക്കും ഒരിക്കലും അടക്കാൻ പറ്റാത്ത ഒരു വിഷയം, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്ത വിഷയം, ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയത്തിൻ്റെ നടുവിൽ കർത്താവ് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അതിനെ പരിഹരിക്കുന്നതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വൈദ്യന്മാരെ കൊണ്ട് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. മൂന്നാമത്തെ വിഷയം ലോകത്ത് ഒരു മനുഷ്യനും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിഷയം. ഹല്ലേലൂയ. 3 വിഷയങ്ങളെയും ഈ അധ്യായത്തിനകത്ത് കർത്താവ് വ്യത്യസ്തമായ രീതിയിൽ ഈ 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർ ദൈവത്തെ അടുക്കലോട്ട് ചെന്നതും വ്യത്യസ്ത രീതിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ വിഷയം നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഗദരദേശത്ത് ഒരു ലെഗ്യോൻ ബാധിച്ച പിശാച് പിടിച്ച ഭൂതം പിടിച്ച പൈശാചികമായ ബന്ധനം, ഏകദേശം 2000-ഓളം ഭൂതം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. 2000-ഓളം പിശാച്, 2000-ഓളം പന്നികളുടെ ഇടയിലോട്ട് എന്ത് ചെയ്തു? 16,000 ഭൂതമുള്ള ഒരു മനുഷ്യൻ. ആ ഭൂതം 6,000 ഭൂതം അവൻ്റെ അകത്തുണ്ട്. ഈ ഭൂതം 2000-ഓളം ആൾക്കാരുടെ അകത്തോട്ടാണ് കയറിയത്. പന്നിയുടെ ഇടയിൽ പോയി. പക്ഷെ പന്നിയെല്ലാം എന്ത് ചെയ്തു? ശ്വാസം മുട്ടി ചത്തുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും യവന് ചത്തില്ല. പന്നിയുടെ അകത്തോട്ട് ഭൂതം കയറിയപ്പോൾ പന്നി എന്ത് ചെയ്തു? ക്ലോസ് ആയി. പക്ഷേ ഇത്രയും ഭൂതമുള്ള ഈ മനുഷ്യന് ഒരു മരണം സംഭവിച്ചില്ല. ഹല്ലേലൂയ. ചങ്ങലകളെല്ലാം ഉരുമി ഇവൻ തന്നെ പൊട്ടിക്കും. സാധാരണ പിശാച് പിടിച്ചവരെ, അത്ര വലിയ ഭൂതമുള്ളവരെയാണ് ചങ്ങലക്കിടുന്നത്. മാനസിക രോഗമുള്ളവരെ ചങ്ങലക്കിടും. 2 പിശാച് പിടിച്ച് അതിഭയങ്കര ഭൂതം ശക്തിയുള്ളവരെയും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത് ചെന്ന ആൾക്കാരെ അടിച്ചു കൊല്ലും. അങ്ങനെയുള്ളവരെ. പക്ഷേ ഈ ചങ്ങല വരെ ഉരുമി പൊട്ടിക്കുന്ന പവറുള്ളവനാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ ഇപ്പോൾ കിടക്കുന്ന സ്ഥലം കല്ലറയാണ്. കല്ലറയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും അവസാന പോയിൻ്റാണ് ഇവിടെ കല്ലറ. പക്ഷേ ഒരു യൗവനപ്രായത്തിലുള്ള ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലുള്ള ആ മനുഷ്യൻ ഏറ്റവും ഒടുവിൽ സംഭവിക്കപ്പെടേണ്ടത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ യൗവനകാലത്ത് തന്നെ അവൻ കല്ലറയുടെ അകത്ത് കിടക്കുക. ഏത് നിമിഷവും മരിക്കാം, ഏത് നിമിഷവും തീരാം. ആ നിമിഷം ഫിനിഷിംഗ് പോയിന്റിനകത്ത് അവൻ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആരംഭം മുതൽ അവസാനം വരെ വലിയൊരു ലൈഫ് ഒരു മനുഷ്യനുണ്ട്. പക്ഷേ എന്നാൽ ഈ മകനെ സംബന്ധിച്ച് അവൻ ഏറ്റവും അവസാനം കിടക്കേണ്ട സ്ഥലത്ത് അവൻ്റെ മധ്യാഹ്ന സമയത്ത് ചെന്ന് കിടക്കുകയാണ്. കല്ലറയിൽ. നേരത്തെ കല്ലറയിൽ അങ്ങ് പോയി. ഹല്ലേലൂയ. അവിടെ കിടന്ന് മരിക്കാം. അവൻ്റെ വീട്ടുകാരൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉണ്ടായിരിക്കാം, അവന് ഭാര്യ ഉണ്ടായിരിക്കാം, അമ്മയും അച്ഛനും ഇവരെയൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അവൻ്റെ ജീവിതം ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഇത്ര വലിയ ചങ്ങലയാണെങ്കിൽ ഉരുമി പൊട്ടിക്കുന്ന ഒരു വലിയ പൈശാചിക ബന്ധനം അവൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ വിടുവിക്കും. ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, എത്ര വലിയ പൈശാചിക ബന്ധനം ഉണ്ടെങ്കിലും, എത്ര വലിയ കല്ലറയ്ക്കകത്ത് നിന്നെ ഒതുക്കി നശിപ്പിച്ച് കളയാൻ പിശാച് പ്ലാനിട്ടാലും
ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീയെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നീ ഉള്ളവനാണെങ്കിൽ, എത്ര വലിയ ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടവനും പിശാചിനാൽ പിടിക്കപ്പെട്ടവനും എത്ര വലിയ വിഷയങ്ങളുടെ നീ കയറിപ്പോയാലും പ്രത്യാശ നഷ്ടപ്പെട്ടവനായിട്ട് നീ ഇരിക്കുകയാണെങ്കിലും, എൻ്റെ കർത്താവ് ഇന്ന് പകലൊരു ഒരു വലിയൊരു വെളിപ്പാട് പറയുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തവനെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഞാൻ തിരഞ്ഞെടുത്തവനെ ഞാൻ പുറത്തു കൊണ്ട്. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ പറയുന്നു, പോയിന്റിൽ കിടക്കുന്ന, കല്ലറയ്ക്കകത്ത് കിടക്കുന്ന, മരിക്കാൻ വേണ്ടി നടക്കുന്ന, മരണം നിന്റെ തൊട്ടുമുമ്പിൽ ഉണ്ടെന്ന് പറയുന്ന, ഹോപ്പ്ലെസ് ആയി നിൽക്കുന്ന അപ്പനമ്മമാരും ഭാര്യയും മക്കളും നാട്ടുകാരും വീട്ടുകാരും വരെ നിന്നെ കൈവിട്ട് ലോകത്ത് ഒരു മനുഷ്യരും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് തള്ളിക്കളഞ്ഞ നിന്നോടൊരു ദൂത് പരിശുദ്ധാത്മാവെന്ന് വ്യക്തമായി പറയുന്നു. കർത്താവ് പറയുക, ഇതിനകത്തിരിക്കുന്ന ആരോടോ ഉള്ള ദൂത, എല്ലാവരോടും ഉള്ള ദൂതല്ല പറയുന്നത്. ഇതിനകത്ത് ഇന്ന് വന്നിരിക്കുന്ന ആരോടോ ഉള്ള ഒരു ശക്തമായ ഒരു പ്രവചന ദൂത് നിങ്ങളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയുന്നില്ല എങ്കിലും ഇന്ന് പകല് പറയുന്ന എല്ലാ ദൂതും നിങ്ങളോടുള്ള പ്രവചന ദൂതാണ്. ആത്മാ പറയുന്നു, മകനെ മകളെ, ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന നിന്നെ, ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന നിന്നെ, തീരാൻ വേണ്ടി നിൽക്കുന്ന നിന്നെ, ശവക്കുഴിക്കകത്ത് തള്ളിയിട്ടിരിക്കുന്ന നിന്നെ, കുഴിക്കകത്ത് കിടക്കുന്ന നിന്നെ, ഇന്ന് ആത്മാവ് ഇറങ്ങി വന്ന നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ചരിത്രം മാറ്റാൻ ആത്മാവില് കർത്താവ് ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ അതിന്റെ അവസാനം കുറിക്കാൻ പോവുക. ഈ അധ്യായത്തിനെ ഞാൻ പ്രസംഗിച്ച് തീരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ഈ ദൂത് കേൾക്കുന്ന നിന്റെ ജീവിതത്തിന് വിരോധമായി ചില ചങ്ങലകൾ പൊട്ടാൻ പോകുന്നു. ചില ചങ്ങലകൾ പൊട്ടും. ചില ചങ്ങലകൾ പൊട്ടും. ചില കൈയും കാലും കെട്ടി മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്റെ കൈയും കാലും കെട്ടി ബന്ധിച്ച് വരിഞ്ഞ് കെട്ടി നിന്റെ വഴികളെ അടച്ച് നിന്റെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ പരിശ്രമിക്കുന്ന പൈശാചിക മേഖലകളുടെ ചങ്ങലകളെ ഇന്ന് പകൽ ദൂതനിറങ്ങി വെട്ടിമാറ്റുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിലരോട് ആത്മാവ് വ്യക്തമായി പറയുക, ഈ 2025 മെയ് മാസം 5-ാം മാസത്തിൽ ഇന്ന് കേൾക്കുന്ന ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ സ്വന്തം ഭവനത്തിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, അവന്റെ കുറ്റമല്ല, അവന്റെ കുറവല്ല, അവൻ അങ്ങനെ ആകാൻ കാരണം, നിന്റെ തലമുറ നശിക്കാൻ കാരണം അതിന്റെ പുറകിൽ മറഞ്ഞിരുന്ന് വെല്ലുവിളിക്കുന്ന ഒരു പൈശാചിക ശക്തി ഇന്ന് പകൽ അതിനെ വെട്ടാൻ പോവുക. ഇത് അവന്റെ കുറ്റമല്ല, ഇത് അവൻ അങ്ങനെ ആയതല്ല. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശാപശക്തിയുണ്ട്. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശാപശക്തിയുണ്ട്. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. നിന്റെ മക്കളെ നീ കുറ്റപ്പെടുത്തരുത്, നിന്റെ തലമുറയെ നീ കുറ്റപ്പെടുത്തരുത്. കാരണം അവനെ അങ്ങനെ ആക്കുന്ന, മറഞ്ഞു ഇരുന്ന് പോരാടുന്ന ഒരു ശക്തി, അതിനെ തിരിച്ചറിയണമെങ്കിൽ നീ യേശുവുമായി ബന്ധം വേണം. മറഞ്ഞിരുന്ന് പോരാടുന്ന ചിലതിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകാൻ പറ്റാതെ, നിന്റെ തലമുറയുടെ വിവാഹത്തെ ബ്ലോക്ക് ചെയ്ത്, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ തകർത്ത്, അവനെ നശിച്ച കൂട്ടുകെട്ടുകൾക്ക് അകത്താക്കി, അവനെ കൊലപാതകിയാക്കുവാൻ, അവനെ ലഹരി മരുന്നിന് അടിമയാക്കുവാൻ, അവൻ അപ്പനമ്മമാരെ അടിക്കുന്നവരാക്കുവാൻ, അവൻ എവിടെ ചെന്നാലും സ്ഥിരതയില്ലാതാക്കുവാൻ, അവൻ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ പൂട്ടാൻ, അവൻ മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ അവൻ സ്വയം നശിപ്പിക്കുന്ന രീതിയിൽ നിന്റെ തലമുറയോട് പോരാടുന്ന ചിലതിനെ ഇന്ന് പകൽ ആത്മാവ് പറയുക, നീ ആത്മാവിൽ കയറി ആരാധിച്ച്
ഇന്ന് ആ തലമുറയോട് പോരാടുന്ന നിന്റെ തലമുറയുടെ ഭാവിയെ കെട്ടുന്നതിനെ ഇന്ന് നീ ആത്മാവിൽ വെട്ടണം. യെസ്, ഫയർ. വിമാനവ ശന്ധലവ രക്ഷഭാരവ ഓ റീപാഫ റീഖാഫാരാശാധോ ഹോ റീഷി ഹി. നിനക്ക് ജോലി കിട്ടുന്നില്ല. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നിനക്കൊരു നന്മയില്ല. എങ്ങനെ ശ്രമിച്ചിട്ടും നല്ലൊരു വിവാഹ ജീവിതത്തിൽ കയറാൻ പറ്റുന്നില്ല. തലമുറ ഉണ്ടാകുന്നില്ല. പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന സഹോദര സഹോദരി, ആത്മാ പറയുക, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ചിലതുണ്ട്. നിന്നെ പ്രത്യാശ നഷ്ടപ്പെടുത്തി നിന്നെ കല്ലറയ്ക്കകത്താകുവാൻ, നീ മരിച്ചു മണ്ണടിയാൻ പ്ലാൻ ഇടുന്ന ചിലതിനെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വെട്ടുകയാണ്, വെട്ടപ്പെടുകയാണ്. ഒരു വലിയ മറഞ്ഞു കിടക്കുന്ന ചിലതിനെ, നീ പ്രാപിക്കേണ്ട വാഗ്ദത്തത്തെ, പ്രോമിസസിനെ വിരോധമായി മറഞ്ഞിരിക്കുന്ന ചിലത്, പാരമ്പര്യമായി മറഞ്ഞു കിടക്കുന്ന ചിലതിനെ, ചില സർപ്പശക്തികളെ, നന്മയെ വിഴുങ്ങിക്കളയുന്നതിനെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയത്ത് ബ്രേക്ക്, വെട്ടപ്പെടട്ടെ. ബ്രേക്ക് ഇറ്റ്. ഫയർ. വർഷങ്ങൾ പഴക്കമുള്ളത്, കാരണം സ്വർഗത്തിന് വരെ സഹിക്കാൻ പറ്റാതായി, ദൈവത്തിന് പോലും സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റാതായി. അക്കരെ ദേശത്തൊരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഉടനെ പെട്ടെന്ന് പടകിൽ കയറി കർത്താവ് പെട്ടെന്നാണ് കയറി ഉടനെ പടക് ചലിച്ചെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് അർജന്റ് ഡെലിവറൻസ്. ദൈവം ആ പടകിൽ കയറി. അപ്പൊ 4-ാം അധ്യായം 35 വായിക്കുമ്പോൾ മനസ്സിലാകും അവിടെ കയറി ഉടനെ പടക് ചലിച്ചെന്ന. കാരണം അർജന്റ് ഡെലിവറൻസ്. അർജന്റായിട്ട് ചിലരെ എനിക്ക് വിടുവിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞു, അർജന്റായിട്ട് ഒരു വ്യക്തിയെ വിളിക്കുക, പോകുക, പ്രാർത്ഥിക്കുക. അതെന്താണെന്നറിയാം, ദൈവം അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരു ഭയങ്കര സംഭവമാണ്. ലോകത്തിന് നീ ആരെന്നറിയത്തില്ല. ലോകം നോക്കുമ്പോൾ നീ കംപ്ലീറ്റ് ഫെയിലിയർ ആയില്ലായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ കംപ്ലീറ്റ് പരാജയമാണ് നീ. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു അഭിഷിക്തനാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു മാനപാത്രമാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ പൊന്നു മകനാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ പൊന്നു മകളാണ്. നീ പ്രഷ്യസ് ആണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ കുറിച്ച് മാത്രമാണ് ദൈവം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പറയും, എന്നെ കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല, എന്നെ ഫോൺ ചെയ്യാൻ ആരുമില്ല, എന്റെ കാര്യങ്ങൾ അറിയാൻ ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ കർത്താവ് പറയുന്നു, ഈ ഭൂമിയിലുള്ള ഇവരൊക്കെ സഹായിച്ച് എത്ര സഹായിക്കും? മുഴു സ്വർഗം നിന്നെ കാണുകയാ. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുകയാണ്. ഇവിടെ ആരുമില്ല, കല്ലറ കിടക്കുക. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, അവരെല്ലാം ഒരു സമയം കഴിഞ്ഞ് നമ്മളെ വിടും, അല്ലേ? നമ്മൾ ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ ഇവരെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് ICU കിടക്കുമോ? നമുക്ക് കൂട്ട് കിടക്കുമോ? കൊറോണ വന്നു, ചേട്ടൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, എനിക്കും അങ്ങ് ചെന്ന് കൂട്ട് കിടന്നേ പറ്റുമെന്ന് ഏതെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ കരയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പോയ ഞാനും പെട്ടിയിലാവുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ആരും പോകൂല. മനസ്സിലായോ? ഒരു വിഷയം വന്നാൽ നിന്റെ കൂടെ ചാവാൻ ഒരു മനുഷ്യനും കാണൂലെന്ന്. പക്ഷേ നീ ICUക്കകത്ത് കിടന്നാൽ നിന്റെ കൂടെ ചാരത്ത് വന്നിരിക്കാൻ എൻ്റെ കർത്താവ് യേശുവുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഇല്ല എങ്കിലും യേശു കർത്താവ് ഇന്ന് പകൽ നിന്റെ കൂടെ വന്നിരിക്കാൻ തയ്യാറാ. ആരും നിന്റെ കൂടെ കാണത്തില്ല, പക്ഷെ എൻ്റെ കർത്താവ് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവ് ഈ ഭൂമിയിൽ ഏത് പാതാളത്തിൽ ചെന്ന് കിടന്നാലും എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. അവിടെ വെച്ച് നിന്നെ ദൈവം മാനിക്കും. അവിടെ വെച്ച് നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് നിനക്കൊരു മെസ്സേജ് തരും. അവിടെ വെച്ച് ദൈവം പറയും, ഇവിടെ കേറി വരിക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരും
ഒരു അഡ്രസ്, ഒരു പോസ്റ്റ്മാൻ പോലും ഈ പുള്ളിയെ കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ആർക്കെങ്കിലും വരാൻ പറ്റുമോ? അത്രയ്ക്ക് പവർഫുള്ളായ മനുഷ്യനാ. ഒറ്റപ്പെട്ടവരെ കല്ലറയ്ക്കകത്ത് മരിച്ച് മണ്ണടിഞ്ഞ് അതിനകത്ത് ഒടുങ്ങിപ്പോകേണ്ട ഇവൻ ജീവനോടെ കൂടി പച്ച മനുഷ്യനായി കല്ലറയ്ക്കകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? ഇല്ല. ഇവൻ എപ്പോൾ മരിക്കും, എന്നാണ് ഇവന് മരണം, അങ്ങനെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കാത്തിരിക്കുക. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇനി എന്തിനാ കിടക്കുന്നത്, അല്ലേ? ഒരു ഹൃദയം എന്ന് വെച്ചാൽ നമ്മളോട് ചിലരൊക്കെ പല കാര്യം പറയുമ്പോഴും നമുക്ക് തന്നെ അങ്ങ് എന്ന് വെച്ചാൽ സ്വന്തം അപ്പനെ കുറിച്ചാണെങ്കിലും അമ്മയെക്കുറിച്ചാണെങ്കിലും അവർ പറയും ഇനിയിപ്പം എന്തിനാ പാഷയെ, എങ്ങനെയെങ്കിലും വേഗം ഒന്ന് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒരുപാട് 10-30 വർഷം കൊണ്ട് ഇതുപോലെ ഒരുപാട് പേരെ എടുക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളവർ. നമ്മുടെയൊക്കെ ഒരു ഗതി നോക്കിക്കൊള്ളണം. ഞങ്ങളെ കൊണ്ട് തന്നെ ജീവിപ്പിക്കാനും വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങളെ കൊണ്ട് തന്നെ ഒന്ന് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ആരാ പറയുന്നത്? സ്വന്തം മക്കള്. അവർ ജനിച്ചപ്പോൾ ഈ അപ്പനും അമ്മയും പറഞ്ഞില്ല എന്ന് എടുക്കാൻ, അല്ലേ? പക്ഷേ അപ്പനും അമ്മയ്ക്കും വയസ്സായ പിന്നെ അവരെ നോക്കാനൊന്നും വയ്യ. ഇനിയിപ്പോൾ എന്തിനാ കിടക്കുന്നത്? എങ്ങനെയെങ്കിലും അപ്പം അത് ഭർത്താവാണെങ്കിലും മകനാണെങ്കിലും ആരാണെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു വിഷയം വന്ന് കിടന്നാൽ നമ്മൾ വെളിയിൽ നിന്ന് പറയും ഇനി കിടന്ന് കഷ്ടപ്പെടണ്ട, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് പറയാത്ത ഒരാളേ ഉള്ളൂ, കർത്താവ്. നീ മരിച്ച് മണ്ണടിഞ്ഞ് 4 ദിവസമായാലും മരണ വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല കർത്താവ്. 4-ാം ദിവസമായി അഴുകി പുഴുത്തതിനെ വരെ പുറത്തു കൊണ്ടുവരാൻ മനസാക്ഷിയുള്ള മനുഷ്യനാണ്. മനസാക്ഷിയുള്ളൊരു ദൈവം. മനുഷ്യന് മനസാക്ഷിയില്ല. മനുഷ്യന്റെ മനസ്സ് മരവിച്ചതാ. ഒരു മനസാക്ഷി ഇല്ലാതെ അവർ പറയും എങ്ങനെയെങ്കിലും ഒന്ന് എടുത്താൽ മതിയെന്ന്. പക്ഷേ എടുത്ത് മരിച്ച് നാറ്റം വെച്ച 4-ാം ദിവസമായ ലാസറിനെ വീട്ടിൽ ചെന്ന് മരണ വീട്ടിലെ കഞ്ഞി കുടിച്ചിട്ട് വന്നവനല്ല കർത്താവ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഏത് മൂടിപ്പോയ വിഷയവും, ഏത് അഴുകിയ വിഷയവും, ഏത് തീർന്ന വിഷയവും ഏറ്റെടുക്കുന്ന ഒരുവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ആ മനുഷ്യനെ ഒന്ന് കയ്യിലോട്ടൊന്ന് പിടിക്ക്, ആ കർത്താവിനെ ഒന്ന് പിടിക്ക്, ആ കർത്താവിന് നിന്റെ കരമൊന്ന് കൊടുക്ക്. ഇന്ന് പകൽ അഴുകിയ വിഷയം പുറത്തു വരാൻ പോയ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അതാ കർത്താവിന്റെ പ്രത്യേകത. എല്ലാ ചങ്ങലകൾക്കൊന്നും അടക്കാൻ പറ്റുന്നില്ല. ചങ്ങലകൾ വരെ ഉരുമി പൊട്ടിച്ചു കളയുന്ന പവർഫുൾ ആയിട്ട് ഭൂതം. കർത്താവ് അർജന്റ് ആയിട്ടൊരു ഡെലിവറൻസിന് പോകണം. കയറിക്കോ പടകില്. ശിഷ്യന്മാരെ വിളിച്ചു. കൂടെ പോയവരൊന്നും വിശ്വാസവീരന്മാരൊന്നും അല്ല. എല്ലാം പേടിത്തൊണ്ടന്മാരാ, എല്ലാം ഭീരുക്കളാ, എല്ലാം അവിശ്വാസികളാ. പടകിനകത്ത് നിന്റെ പടകിൽ ആരെങ്കിലും കയറ്റിയാൽ ദുർവർത്തമാനം പറയുന്നവനെ കയറ്റരുത്, പരിഹാസികളെ കയറ്റരുത്, അവിശ്വാസികളെ കയറ്റരുത്. എന്നാൽ നീ കയറുന്ന പടക് മുങ്ങും. ഓർത്തോ? കൈ കൊടുത്ത അടുത്ത് കൈ കൊടുക്ക. പറ, നിന്റെ കൂടെ നീ ചേർത്ത് നിർത്തുന്നവരെ നീ ശ്രദ്ധിച്ചു വേണം ചേർത്ത് നിർത്താൻ. പലരുടെയും ബിസിനസ് തകരാൻ കാരണം പരിഹാസികൾ, ദുർവർത്തമാനം പറയുന്നവൻ, പിറുപിറുക്കുന്നവൻ, കളിയാക്കുന്നവൻ, വഞ്ചിക്കുന്നവൻ, ചതിക്കുന്നവൻ, ഇങ്ങനെയുള്ളവരെയൊന്നും നിന്റെ പടകിൽ നീ കയറ്റരുത്. നിന്റെ പടക് അക്കരെ എത്തത്തില്ല. നിന്റെ പടക് നടുക്കടലിൽ മുങ്ങും. അല്ലെങ്കിൽ അവര് മുക്കും, അവര് കിടന്ന് നിലവിളിച്ച് മുക്കും. കർത്താവിനെ വരെ മുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാ ആര്? ഈ ശിഷ്യന്മാര്, അല്ലേ? കർത്താവിനെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. കർത്താവ് ഇവിടെ കിടക്കുക, അമരത്ത് കിടക്കുക. ഈ അമരത്ത് കിടക്കുന്ന പുള്ളി ഉറങ്ങിക്കിടക്കുന്നു. പക്ഷേ കടകിനകത്ത് കയറിയവന്മാരെന്ത് ചെയ്യുക? അവരെല്ലാം നല്ല മുക്ക് വരാ, നന്നായിട്ട് നീന്താൻ അറിയാന്ന് വരാ. പക്ഷെ എടുത്ത് ചാടി നീന്തി പോകുന്നുമില്ല. ഈ പടകിനകത്ത് നിലവിളിച്ച് പടകിനെയും യേശുവിനെയും കൂടെ കടലിൽ മുക്കാനുള്ള പരിപാടിയാണ്. ഇതാ പറയുന്ന, ആരും അക്കരെ കൊണ്ടുപോകാനല്ല നമ്മളെ ഇങ്ങനെ തോളി കൈയിടുന്നത്. നമ്മൾ നടുക്കടലിൽ മുക്കി കൊല്ലാൻ വേണ്ടിയാ പലതും വരുന്നത്. പക്ഷേ നീ അത് തിരിച്ചറിഞ്ഞോളണം. നിനക്കൊരു വെളിപ്പാട് വേണം, നിനക്കൊരു വെളിപ്പാട് വേണം. നീ എല്ലാവരുമായിട്ടും കൈ കൊടുക്കരുത്, എല്ലാവരെയും നീ സഹായിക്കരുത്, എല്ലാവരോടും നീ ബന്ധപ്പെടരുത്, എല്ലാവരെയും നീ പടകിൽ കയറ്റരുത്. നിന്റെ വീട്ടിനകത്ത് എല്ലാവരെയും വീട്ടിൽ വിളിച്ച് കയറ്റരുത്. നിന്റെ കുടുംബത്തിനകത്ത് ആരെയും വിളിച്ച് കയറ്റരുത്. നിന്റെ ജീവിതത്തിലോട്ട് ദൈവഹിതമില്ലാത്തന്നെ വിളിച്ച് കയറ്റരുത്. അത് നടുക്കടലിൽ കൊണ്ടുപോയി നിന്നെ തള്ളിയിട്ട്
നിന്നെ നശിപ്പിക്കുന്നതാണെന്ന് നീ തിരിച്ചറിയണം. പക്ഷേ കർത്താവ് ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. കർത്താവ് ചാടി എഴുന്നേറ്റ് പറഞ്ഞ അവിശ്വാസികൾ ഭീരുക്കളെ മിണ്ടാതിരിക്കുക, ഞാൻ ഈ അമരത്ത് ഞാൻ തകർന്നാലേ നിങ്ങൾ തകരൂ. ഞാൻ അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുന്ന വിഷയം, എനിക്ക് ഉറക്കം, നിനക്ക് ബഹളം. ഓക്കെ, ഒരു വിഷയം രണ്ടു പേർക്ക് രണ്ട് രീതിയിലാണ് അല്ലേ? ആ 12 ശിഷ്യന്മാർക്കും കടല് അങ്ങോട്ട് ശോഭിച്ച കാറ്റും കടലും പ്രശ്നങ്ങളും പ്രതികൂലം വന്നപ്പോൾ ഇവര് നിലവിളിച്ച് കരഞ്ഞ് ഈ പടകിനെയും കൂടെ മുക്കാനുള്ള പരിപാടി. പക്ഷെ യേശു എന്ത് ചെയ്യുക? സൂപ്പർ ഉറക്കം. അതാണ് സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എത്ര വലിയ വിഷയം നിന്നെ തിരമാലകൾ നിനക്ക് വിരോധമായി ആഞ്ഞടിച്ചാലും അതിന്റെ നടുവില് പീസ്ഫുള്ളായിട്ടിരുന്ന് അക്കരെ എത്തുമെന്നുള്ള വിശ്വാസം നിന്റെ അകത്ത് വന്നാൽ, ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, എത്ര വലിയ വിഷയം വന്നാലും നീ പറയണം, യേശു എന്റെ കൂടെ ഉണ്ട്, യേശു എന്റെ ഉള്ളിലിരിക്കുന്നു, കർത്താവ് എന്റെ കൂടെ ചേർന്നിരിക്കുന്നു. പിതാവും പുത്രനായി യേശു ഒന്നായി തീർന്നത് പോലെ ഞാനും എന്റെ കർത്താവ് ഒന്നായി ചേർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ നശിച്ചു പോകയില്ല, ഞാൻ അക്കരെ എത്തും. എല്ലാരും ഉറക്കെ പറഞ്ഞാട്ടെ, ഞാനും എന്റെ കർത്താവും ഒരുപോലെ ഒന്നായിരിക്കുന്നത് കൊണ്ട്, ഏക ശരീരമായതുകൊണ്ട്, അവൻ എന്റെ പടകിനകത്ത് ഉള്ളത് കൊണ്ട്, അവന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട്, അവൻ എന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നശിച്ചു പോകത്തില്ല. ഞാൻ അക്കരയെത്തും, ഞാൻ അക്കരയെത്തും, ഞാൻ അക്കരയെത്തും, ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ നന്മ പ്രാപിക്കും, ഞാൻ തകരത്തില്ല, എന്റെ പടക് തകരത്തില്ല, എന്റെ ആലയം നശിക്കത്തില്ല, എന്റെ കുടുംബം നശിക്കത്തില്ല, എന്റെ തലമുറ നശിക്കത്തില്ല, ഞാൻ അക്കരെ എത്തും. നീ ഇതിങ്ങനെ വിളിച്ചു പറയണം, നീ വിളിച്ചു പറയണം, നിന്റെ വായി തുറന്ന് നീ ഇങ്ങനെ വിളിച്ചു പറയണം, ഞാനും എന്റെ കർത്താവ് ഏക ശരീരം. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ഏക ശരീരം. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനും എന്റെ കർത്താവ് ഏക ശരീരം. ഞാനായതല്ല, എന്നെ ദൈവം കർത്താവിനെ കൂടെ ചേർത്ത് പണിതിരിക്കുക. ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവനാണ്. യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുകയാണ്. കർത്താവും ഞാനും ഒരു ഏക ശരീരമാണ്. ഞാൻ നശിക്കത്തില്ല, കാരണം എന്റെ കർത്താവ് നശിക്കാൻ എന്നെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ നശിക്കാൻ എന്റെ കർത്താവ് എന്നെ അനുവദിക്കത്തില്ല, കാരണം ആ കർത്താവിനോട് ചേർത്ത് എന്നെ ദൈവം പണിതിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, കിടന്ന് ബോളം വെച്ച് എന്നെ കൂടെ മുക്കി കൊല്ലാതെ ഞാൻ എമർജൻസി ആയിട്ട് ഒരു പരിപാടിക്ക് പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു പ്രതികൂലം അവിടെ ഉണ്ടായി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അക്കരെ ഗദരദേശത്തുള്ള ദുഷ്ട പിശാചിന് മനസ്സിലായി, അതായത് നീ ഇവിടുന്ന് തിരിക്കുമ്പോഴേ ഭൂതത്തിന് അറിയാം. മനസ്സിലായി? ചില ആൾക്കാർ പറയും, അയ്യോ ഭാഷ ഇങ്ങോട്ട് വരണ്ട, വീട്ടിൽ വരണ്ട, ഇന്ന് വരണ്ട, കാരണം ഭൂതത്തിന് മനസ്സിലായി അവിടെ ചെന്നാൽ അഭിഷിക്തന്മാർ കാല് ചവിട്ടിയാൽ എന്താണ്? കെട്ടുപൊട്ടും. ആരെങ്കിലും മരിക്കാൻ കടന്നു കഴിഞ്ഞാൽ ബന്ധുക്കളെ, നാട്ടുകാരെയും, കൊച്ചച്ഛനെയും കൊച്ചപ്പനെയും ഒന്നും അല്ല നീ ഐസി കയറ്റി വിടേണ്ടത്, അഭിഷിക്തന്മാരെ കയറ്റി വിടണം. കൊച്ചപ്പന്മാരും കൊച്ചച്ഛനും പോയപ്പോൾ തീരാറായി എന്ന് പറയും, പക്ഷെ അഭിഷിക്തനകത്ത് കയറിയ പറയും പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളൊക്കെ തീരാൻ വേണ്ടിയാണ് അവരൊക്കെ കാത്തിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറയും, തീർന്നിട്ടില്ല, ഇനി അവ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചിലതൊക്കെ നിന്റെ ലൈഫിൽ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ നാടുകളിലൊക്കെ നീ പരിശ്രമിച്ച് തോറ്റ് പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥലം, നിന്റെ ഇടപാട് തീർന്നിരിക്കുക. നീ പലതും അധ്വാനിച്ച് വിയർത്ത് കുളിച്ചിരിക്കുക, ഒന്നും നിനക്ക് കിട്ടുന്നില്ല. പക്ഷേ കർത്താവ് പറയുക, നിന്റെ ഹിസ്റ്ററി മാറ്റാൻ പോവുക, നിന്റെ ചരിത്രം ഞാൻ മാറ്റാൻ പോകുന്നു. നീ പരിശ്രമിച്ചിട്ട് കിട്ടാത്തതിന് കാരണം അതിനേക്കാൾ നീ ചെയ്യാൻ നിനക്ക് ലഭിക്കുമെന്ന് പറയുന്നതിനേക്കാൾ വലുത് ഞാൻ നിനക്ക് വേണ്ടി തരാൻ പോയ. ഹല്ലേലൂയ. അപ്പൊ എമർജൻസി ആയിട്ടുള്ള യാത്രയായത് ദൈവം ചിലപ്പോൾ അഭിഷേകം ചെയ്യും. എമർജൻസി അനോയിന്റിങ്, എമർജൻസി ഡെലിവറൻസ്. ഹല്ലേലൂയ. നേരിട്ട് കർത്താവ് അങ്ങ് ചെയ്യും. പെട്ടെന്ന് ഇറങ്ങി വരും, ഒറ്റ ബന്ധനം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് നേരിട്ട് പോവുക. പ്രവാചകന്മാരല്ല പോകുന്നത്, ആരുമല്ല പോകുന്നത്. ഇത് നേരിട്ട് തന്നെ പോയി തീർക്കേണ്ട വിഷയമാണ്. ഹല്ലേലൂയ. ലഗ്യോൻ പിടിച്ചവൻ, ഭൂതം പിടിച്ചവന് ബോധമില്ല. ബോധം ഇല്ലാത്തവനോട് സുവിശേഷം പറഞ്ഞൊരു കാര്യമുണ്ടോ? ബോധം ഉണ്ടെങ്കിൽ മാത്രമേ വചനം പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റൂ. ഭൂതം പിശാച് ഉള്ളിലിരുന്നാൽ
ന്യൂ ടെസ്റ്റ്മെന്റും ഓൾഡ് ടെസ്റ്റ്മെന്റും ഗ്രേസും ഒക്കെ പറയാൻ നല്ല കൈയടിക്കുന്നതല്ല. ഭൂതം അകത്തിരിക്കുകയല്ലേ, ഭൂതത്തിന് വല്ല മനസ്സിലാവും. അകത്ത് ബന്ധനവും ഭൂതവും ഇരുട്ടിന്റെ ശക്തിയും ഇരുന്നാൽ എത്ര വലിയ മെസ്സേജ് കേട്ടാലും എത്ര വലിയ വചനം കേട്ടാലും നിന്റെ മുഖം തെളിയത്തില്ല, നിന്റെ ശരീരത്തിന് സൗഖ്യം വരത്തില്ല, നിന്റെ സ്ഥിതി മാറത്തില്ല. എന്നാൽ ഈ ഭൂതം വെളിയിലോട്ട് ഇറങ്ങിയാൽ, പിശാച് നിന്റെ ഉള്ളിൽ നിന്ന് ചാടി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ മുഖം തെളിയും. ഹല്ലേലൂയ. കണ്ടിട്ടില്ലേ പലരും ആലയത്തിനകത്ത് വന്നിരുന്നാൽ മുഖം തെളിയൂല, ഒരു ചിരിയില്ല, അടുത്തിരിക്കുന്നവരോട് നോക്കി ചിരിക്കത്തില്ല, കൈ കൊടുക്കത്തില്ല. ഈ അവാർഡ് ഫിലിമിലെ നായകന്മാരെ പോലും ഞാൻ സിസ്റ്ററെ ഒരു ചിരിയില്ല, സന്തോഷമില്ല. എന്തോ രോഗം പിടിച്ച ആൾക്കാരെ പോലെ, പൈൽസിന്റെ രോഗം പിടിച്ച ആൾക്കാരിയ്ക്കും പോലെ. ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെ മുഖമൊക്കെ അങ്ങ് വരിഞ്ഞ് മുറുകും. അപ്പൊ രോഗമുള്ളവനും പിശാചുള്ളവന്റെ ഒരു വിഷയം ചിരിയില്ല, പ്രൈസ് ദി ലോർഡ്, സന്തോഷമില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ ബന്ധനം അഴിഞ്ഞാൽ, ഈ വചനം ഇന്ന് രാത്രി 12 മണി വരെ പറഞ്ഞാലും ബന്ധനമില്ലാത്തവന് ഒരു മടുപ്പും തോന്നൂല. അവൻ പറയും ലാവണ്യമുള്ള വാക്ക്, ഈ വചനം എന്നെ ജീവിപ്പിക്കുന്നതാ, എന്റെ കർത്താവിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലയിടയ്ക്ക് ബന്ധനങ്ങൾ അഴിയാൻ പോവുക. നിന്റെ സന്തോഷത്തെ കെടുത്തി നിന്റെ വാടിയ മുഖം നിന്റെ കെട്ട മുഖമാക്കി, നിന്നെ സന്തോഷമില്ലാതാക്കി, നിന്നെ കണ്ണുനീരിലാക്കുന്ന ചില ശാപശക്തികൾ ഇന്ന് പകല് ഈ ബന്ധനം എമർജൻസി ആയിട്ട് അഴിയാൻ പോവുകയാണ്. ഓ, കാറ്റും കോളും ആഞ്ഞടിക്കുകയാണോ? വിഷയങ്ങൾ, പ്രതികൂലത്തിന്റെ കാറ്റ്, പ്രശ്നങ്ങളുടെ കാറ്റ്, തിരമാലകൾ ആഞ്ഞടിക്കുക. അതിന്റെ അർത്ഥം ഇതാ, നിന്റെ വിടുതലിന്റെ സമയമായി, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ദാ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഇന്ന് വരെ ഇല്ലാത്ത പ്രതികൂലം, ഇതുവരെ ഇല്ലാത്ത വിഷയം, ഇതുവരെ ഇല്ലാത്ത സമാധാനമില്ലായ്മ, സ്വസ്ഥതയില്ലായ്മ, അയ്യോ ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നിന്നെ ഭരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എമർജൻസിയായി എന്റെ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എമർജൻസി ആയിട്ട് ഡെലിവറൻസ് നിന്നെ തേടി വരാൻ പോകുന്നു. കാരണം നിന്റെ ഉള്ളിലുള്ള ദുരാത്മാവും പിശാചും